PSC പരീക്ഷ നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സയൻസ് അല്ലെ. അപ്പൊ സയൻസിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് ആന്റോണിയോ ലവോസിയർ. അപ്പൊ അദ്ദേഹം ഉത്തരമായി വരുന്ന അല്പം ചോദ്യങ്ങൾ നോക്കാം. ചില ചോദ്യങ്ങൾ നോക്കാം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലവോസിയർ ആണ്. ഇനി മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണെന്ന് ചോദിച്ചാലും അത് ലവോസിയർ ആണ്. ഈ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മൂലകങ്ങളുടെ ആകെപിണ്ഡം പ്രവർത്തനത്തിന് ശേഷമുള്ള മിശ്രിതത്തിന്റെ ആകെയുള്ള പിണ്ഡത്തിന് തുല്യമായി തുടരുന്ന തെളിയിച്ചതും ലവോസിയർ ആണ്. എന്താണ് രാസപ്രവർത്തനം ഏർപ്പെടുന്ന മൂലകങ്ങളുടെ ആകെപിണ്ഡം രാസപ്രവർത്തനത്തിന് ശേഷമുള്ള മിശ്രിതത്തിന്റെ ആകെയുള്ള പിണ്ഡത്തിന് തുല്യമായി തുടരുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ലവോസിയർ ആണ്. ഈ രസതന്ത്രത്തിലെ അളവുതൂക്ക സംവിധാനം നടപ്പിലാക്കിയത് ആരാണ്? ലവോസിയർ ആണ്. ജ്വലനം, ശ്വസനം, തുരുമ്പെടുക്കൽ എന്നിവയിൽ ഓക്സിജൻ എന്ന മൂലകത്തിന്റെ പങ്ക് കണ്ടെത്തിയതും ആരാണ്? ലവോസിയർ ആണ്. ജ്വലനം, ശ്വസനം, തുരുമ്പെടുക്കൽ എന്നിവയിൽ ഓക്സിജൻ എന്ന മൂലകത്തിന്റെ പങ്ക് കണ്ടെത്തിയത് ലവോസിയർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്സിജൻ എന്ന മൂലകത്തിന് നാമകരണം ചെയ്യുകയും അതിനെ നൈട്രജൻ എന്ന് വേർതിരിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിച്ചാലും ലവോസിയർ ആണ്. ഓക്സിജൻ എന്ന മൂലകത്തിന് നാമകരണം കൊടുത്തു, അതുപോലെ തന്നെ അതിനെ നൈട്രജൻ വേർതിരിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ലവോസിയർ ആണ്. ഇനി ഹൈഡ്രജൻ എന്ന മൂലകത്തിന് നാമകരണം ചെയ്യുകയും ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് ജലം ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിച്ചാലും അത് ലവോസിയർ ആണ്. ഹൈഡ്രജൻ എന്ന മൂലകത്തിന് നാമകരണം ചെയ്തു, അതുപോലെ ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ചോദിച്ചാലും അത് ലവോസിയർ ആണ്. ഇനി 1789 മുതൽ 1794 വരെ നീണ്ട ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിച്ചാലും അത് ലവോസിയർ ആണ്. അപ്പൊ 1789 മുതൽ 1794 വരെ നീണ്ട ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിച്ചാലും അത് ലവോസിയർ ആണ്. അപ്പൊ ഈ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുമല്ലോ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്.